Welcome to KL Bird Park. Travel the world again through the exploring KL Bird Park. മലേഷ്യയിലെ പ്രധാനപ്പെട്ട ആകർഷണങ്ങളൊന്നാണ് KL ബേർഡ് പാർക്ക്. മലേഷ്യയിൽ വരുന്നവർ നിർബന്ധമായിട്ട് KL ബേർഡ് പാർക്ക് കാണാനായിട്ട് വരിക. ഇത് കിട്ടിലാണ് കേട്ടോ, അടിപൊളി പ്ലേസ് ആണ്. ബേർഡ്സിനൊക്കെ നമുക്ക് ഓപ്പൺ പ്ലേസസിൽ കാണാൻ പറ്റും. KL ബേർഡ് പാർക്കിന്റെ എൻട്രി ഫീസ് അഡൾട്ടിന് 63 റിംഗിറ്റും ചൈൽഡിന് 42 റിംഗിറ്റുമാണ്. ായ 200-ലധികം സ്പീഷീസിൽപ്പെട്ട 3000-ലധികം പക്ഷികളാണ് ഇവിടെ ഉള്ളത്. മലേഷ്യയിൽ നിന്നും ഏകദേശം 6 കിലോമീറ്റർ മാത്രമാണ് KL ബേർഡ് പാർക്കിലേക്കുള്ളത്. മലേഷ്യയുടെ ഹൃദയഭാഗത്താണ് KL ബേർഡ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ബേർഡ് ഷോസ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ആകർഷണങ്ങളൊന്നാണ്. KL ബേർഡ് പാർക്കിനെ 4 സോണുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. സോൺ 1-ലും സോൺ 2-ലും ഓപ്പൺ പ്ലേസസിലാണ് ബേർഡ്സ് ഉള്ളത്. മലേഷ്യയിൽ വരുന്നവർ നിർബന്ധമായിട്ട് KL ബേർഡ് പാർക്ക് വിസിറ്റ് ചെയ്യണം. അടിപൊളിയാണ് കേട്ടോ. അതുകൊണ്ടോ അടിപൊളിയാട്ടോ, ഒരു രക്ഷയില്ല, കിട്ടലും പ്ലേസ് ആട്ടോ ഇവിടെ. അടിപൊളിയാട്ടോ. സോൺ 3-ല് പ്രധാനമായിട്ടുള്ളത് ഹോൺബിൽ പാർക്കാണ്. സോൺ 4-ലാണ് ബേർഡ് ഷോയും ബേർഡ്സിന് വെച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റുന്നത്. മലേഷ്യയിലെ ബേർഡ് പാർക്കുകളിലെ ഏറ്റവും മനോഹരമായ ബേർഡ് പാർക്കാണ് KL ബേർഡ് പാർക്ക്. സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ബേർഡ് പാർക്കുകളിൽ ഒന്നാണ് KLCC ബേർഡ് പാർക്ക്. ഇതിനകത്ത് കഫറ്റീരിയ, റെസ്റ്റോറൻറ്റ്സ്, വാഷ്റൂംസ് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. മയിലുണ്ടോ? മയില് അടിപൊളിയാട്ടോ, കിട്ടില്ല. അപ്പൊ ഞങ്ങൾ യാത്ര ചെയ്യുന്നത് ഈസി ട്രാവൽസിനോടൊപ്പം. സൂപ്പർ ഓപ്പൺ പ്ലേസിലാണ്. അപ്പോൾ നമുക്ക് പക്ഷിയിലൊക്കെ വളരെ അടുത്ത് കാണാം. ഇത് കിട്ടില്ലാണ്. അപ്പോൾ നിങ്ങൾ മലേഷ്യ വരുന്നൊരു ഉറപ്പായിട്ട് ഇവിടെ വന്ന് കാണണം. ഞങ്ങളുടെ പുറകിൽ നിൽക്കുന്നുണ്ടല്ലോ, മയിലാണ്. പീക്കോക്ക് എന്താ രസം നോക്ക്. അതാണ് ഇതുപോലെ ഓപ്പൺ പ്ലേസസിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ മലേഷ്യയുടെ ഏറ്റവും വലിയ ആകർഷണങ്ങളെന്നാണ് KL ബേർഡ് പാർക്ക്. നിങ്ങൾ ഉറപ്പായിട്ട് ഇവിടെ വരണം. ഇവിടുത്തെ വർക്കിംഗ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ്. വർഷത്തിൽ 2 ലക്ഷത്തിലധികം ആളുകളാണ് ഇവിടെ സന്ദർശിക്കുന്നത്. ഒരുപാട് പീക്കോക്കുകളുണ്ട്. പീക്കോക്കിനൊക്കെ ഇത്രയും അടുത്ത് കാണാൻ പറ്റുന്ന പാർക്ക് നമ്മുടെ നാട്ടിലൊന്നും ഇല്ല. ഇവിടെയാണ് ഇത്രയും അടുത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. ഓസ്ട്രിച്ച് ഇവിടെ ഉണ്ട്. ഓസ്ട്രിച്ച് അടിപൊളിയായിട്ട്. ഓസ്ട്രിച്ചിനെങ്കിൽ ഇത്ര അടുത്ത് കാണാൻ പറ്റുന്നതന്നെ വലിയ ഭാഗ്യമാണ്. നല്ല സൂപ്പർ ആയിട്ടുണ്ട്. KL ബേർഡ് പാർക്കിനടുത്തുള്ള ഓസ്ട്രിച്ച് ഫാമിൽ പോയാൽ ഓസ്ട്രിച്ചിനെ ഫീഡ് ചെയ്യിക്കാനും അതോടൊപ്പം ഓസ്ട്രിച്ചിനോടൊപ്പം നിന്ന് ഫോട്ടോസും വീഡിയോസും എടുക്കാനും കഴിയും. സൂപ്പർ. ഓസ്ട്രിച്ചിനെ ഫീഡ് ചെയ്യിക്കാൻ കഴിഞ്ഞത് റിയലി എ ഗുഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. ബേർഡ്സിനെയൊക്കെ ഇത്ര അടുത്ത് കാണാം. അടിപൊളിയാട്ടോ, കിട്ടിലം പ്ലേസാണ്. ഉണ്ടോ?
അടിപൊളി അടിപൊളി കിട്ടില്ല കിട്ടില്ല. ബേഡിനെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. തലയിൽ ഇങ്ങനെ പൂവൊക്കെ വെച്ചിട്ട് അടിപൊളി കിട്ടിലായിട്ടുണ്ട്, വെറൈറ്റി ആയിട്ടുണ്ട്. അപ്പം എന്തായാലും ഇവിടെ ഞങ്ങൾക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടു, നല്ല സ്ഥലമാണ്. ഓപ്പൺ പ്ലേസിൽ ഇട്ടിരിക്കുന്നുണ്ടോ, നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും മലേഷ്യ കാണുന്ന ഒരു KL ബേഡ് പാർക്കിൽ വരണം. എന്തുമാത്രം ബേഡ്സാ ഉള്ളത്. അടിപൊളി അടിപൊളി അടിപൊളി. KL ബേഡ് പാർക്ക് കിട്ടില്ല, നല്ല രസമുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ഫ്ലെമിംഗോസിനെ എല്ലാം ഇത്രയും കൂട്ടത്തോടെ അടുത്ത് കാണണമെങ്കിൽ നിങ്ങൾക്കും KL ബേഡ് പാർക്കിലേക്ക് വരാം. ഏക്കറിലായിട്ടാണ് KL ബേഡ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. KL ബേഡ് പാർക്കിന്റെ ഓപ്പണിംഗ് ടൈം എന്ന് പറഞ്ഞാൽ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ്. അപ്പം മലേഷ്യയിൽ വരുന്നവർ നിർബന്ധമായിട്ടും KLCC ബേഡ് പാർക്ക് കൂടെ ഇൻക്ലൂഡ് ചെയ്യുക നിങ്ങളുടെ ഇറ്റിനറിയിൽ. ഞങ്ങൾ യാത്ര ചെയ്യുന്നത് ഈസി ട്രാവൽസിനോടൊപ്പം. ഈസി ട്രാവൽസിന് കോൺടാക്ട് ചെയ്യുന്ന നമ്പർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. KL ബേഡ് പാർക്ക് കിട്ടില്ല കേട്ടോ, എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. അപ്പം മലേഷ്യയിൽ നിങ്ങൾ ടൂറിനെ പറ്റി ചിന്തിച്ചാലും ഈസി ട്രാവൽസ് ഉണ്ട്. നിങ്ങൾക്ക് മലേഷ്യയിൽ കിട്ടില്ല പാക്കേജ് ആയിരിക്കും ഈസി ട്രാവൽസ് നിങ്ങൾക്കായി ഒരുക്കി തരിക. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാകും ഇവിടെ. ഞങ്ങളുടെ മീനുക്കുട്ടിക്ക് ഇവിടെ നന്നായി ഇഷ്ടപ്പെട്ടു. മലമുഴക്കി വേഴാമ്പലാണ് കേരളത്തിന്റെ ദേശീയ പക്ഷിയായിട്ടുള്ള വേഴാമ്പലിനാണ്. കണ്ടോ? സോൺ 4 എത്തിയാൽ നിങ്ങൾക്കും ബേഡ്സിനോടൊപ്പം ഫോട്ടോസും വീഡിയോസും എടുക്കാൻ കഴിയും. ഫോട്ടോസിന്റെ റേറ്റ് 35 റിംഗിറ്റ് ആണ്. ഈസി ട്രാവൽസിനോടൊപ്പം. ഈസി ട്രാവൽസിനെ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. 2 ദിവസം മുതൽ 10 ദിവസം വരെയുള്ള പാക്കേജസ് ഈസി ട്രാവൽസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് ടൂർ പാക്കേജ് എടുക്കാവുന്നതാണ്. ഇത് നിങ്ങളുടെ ശരിക്കും കിട്ടില്ല പ്ലേസ് ആണ് കേട്ടോ, അടിപൊളി. അപൂർവമായ തത്തകളുടെ വലിയൊരു ശേഖരം തന്നെ ഇവിടെയുണ്ട്.
ഒരു രക്ഷയില്ല, കിട്ടിലസാണ്. പീക്കോക്ക് വെരി നൈസ്, വെരി നൈസ്, എക്സലന്റ്. കൃത്രിമമായ ജലധാരയും കുളവുമെല്ലാം ഇവിടുത്തെ മറ്റൊരു ആകർഷണമാണ്. വെള്ളമയിൽ ഇവിടത്തെ പ്രധാനപ്പെട്ട ആകർഷണങ്ങളിലൊന്നാണ്. വെള്ളമയിൽ പീലി നിവർത്തി നിൽക്കുന്നത് ഷൂട്ട് ചെയ്യാനുള്ള ഭാഗ്യവും ഞങ്ങൾക്കുണ്ടായി. ഇവിടെയുള്ള മയിലുകളെല്ലാം വളരെ ഫ്രണ്ട്ലിയാണ്. എല്ലാവരും മയിലിനെ തൊടാനും കൂടെ നിന്ന് ഫോട്ടോസും വീഡിയോസും എടുക്കാനുള്ള ശ്രമത്തിലായിരുന്നു. ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇനി ഇതുപോലുള്ള നല്ല മനോഹരമായ വീഡിയോസ് ചെയ്യാൻ കഴിയത്തുള്ളൂ. ഞങ്ങളുടെ അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കൂ. മലേഷ്യയിലെ അക്വേറിയത്തെ പറ്റിയാണ് ഞങ്ങളുടെ അടുത്ത വീഡിയോ. അടിപൊളി, അടിപൊളി.